book of Daniel is one of the fascinating book in the Old Testament. പഴയ നിയമത്തിലെ വളരെ അധികം പ്രാധാന്യമുള്ള മനോഹരമായിരിക്കുന്ന ഒരു ഗ്രന്ഥമാണ് ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകം. So it has a lot of amazing stories about the life of 4 Hebrew boys. 4 പ്രധാനപ്പെട്ട ചെറുപ്പക്കാരുടെ ജീവചരിത്രവും അവരുടെ അനുഭവങ്ങളും പങ്കുവയ്ക്കുന്ന കാര്യങ്ങളാണ് ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നമുക്ക് ഉടനീളം കാണാനായിട്ട് സാധിക്കുന്നത്. So last Sunday we discussed about Daniel and his friends prepared their body, mind and spirit in a foreign culture. മറ്റൊരു രാജ്യത്ത് ജീവിച്ച 4 സഹോദരന്മാർ അവരവരുടെ മനസ്സും ശരീരവും ആത്മാവും പ്രത്യേകിച്ച് മറ്റൊരു രാജ്യത്ത് മറ്റൊരു കൾച്ചറിൽ അവരെങ്ങനെ ഒരുക്കി ഡിസിപ്ലിൻ ചെയ്തു പ്രയോജനപ്പെടുത്തി എന്ന് നമ്മൾ അല്പമായിട്ട് ചിന്തിക്കുവാനായിട്ട് ദൈവം കൃപ ചൊരിയുകയുണ്ടായി. So these boys, they went through a lot of challenges and trial. അനേക ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ കൂടെ ഈ സഹോദരങ്ങൾ കടന്നുപോയി. So they went through the burning furnace. തീച്ചൂളയുടെ അനുഭവത്തിൽ കൂടെ അവർ കടന്നുപോയി. സിംഹക്കുഴിയിൽ അവരെ വീഴപ്പെടേണ്ട സാഹചര്യങ്ങളൊക്കെ വന്നു. ഓരോ സന്ദർഭങ്ങളിലും അനേക ടെസ്റ്റുകൾ അവർ അഭിമുഖീകരിക്കേണ്ടി വന്നു. ഓരോ ടെസ്റ്റുകൾ കഴിയുമ്പോഴും they had a promotion. ഓരോ ടെസ്റ്റും ഓരോ ചലഞ്ചും കഴിയുമ്പോഴും so they received special promotion from different kings. So they were administrators under the 2 influential kingdom. 2 പ്രധാനപ്പെട്ട രാജ്യത്തിലെ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആയിരുന്നു ഈ പ്രിയപ്പെട്ടവർ. So they went through lot of challenges and tests but they got the promotion in that kingdom. ഓരോ വെല്ലുവിളികളും ഉണ്ടാകുന്ന സന്ദർഭങ്ങളിൽ അവരതിൽ കൂടെ പരിശോധനകളിൽ കൂടെ കടന്നു പോകും. പക്ഷേ ദൈവത്താൽ അവർക്ക് ആ രാജ്യത്ത് പ്രമോഷൻ ലഭിക്കുന്നു. എന്തുകൊണ്ടാണ് അവർക്ക് അങ്ങനെ സംഭവിച്ചത്? So one of the main reason when they went through the challenges, so they follow the Lord and they went through the prayer experience in their life. പ്രാർത്ഥനാ ജീവിതം കൊണ്ടാണ് അവർ പ്രതിസന്ധികളെയെല്ലാം അതിജീവിച്ചത്. ശ്രദ്ധിക്കുക, ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിൽ പ്രതിസന്ധികളും പ്രലോഭനങ്ങളും പ്രതികൂലങ്ങളും ജീവിതയാത്രയിൽ ആഞ്ഞടിക്കുമ്പോൾ പ്രാർത്ഥനയാൽ അതിനെ അതിജീവിക്കാമെന്ന് പഠിപ്പിച്ച 4 സഹോദരങ്ങളാണ് ഡാനിയേൽ ആൻഡ് ഹിസ് ഫ്രണ്ട്സ്. So they went through the lot of challenges but they overcome all the challenges through the prayer. പ്രാർത്ഥനയാൽ അവരതിനെയെല്ലാം അതിജീവിക്കുവാൻ ദൈവം കൃപ ചൊരിയുകയുണ്ടായി. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ ഏകദേശം 125 പരം പ്രാവശ്യം പ്രയർ അല്ലെങ്കിൽ മോർണിംഗ് അല്ലെങ്കിൽ പ്ലീ എന്നൊക്കെയുള്ള പദങ്ങൾ, പ്രാർത്ഥനയെ പറ്റിയുള്ള പദങ്ങൾ 125 പരം പ്രാവശ്യം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ദാനിയേലും സഹോദരന്മാരും പ്രാർത്ഥിച്ച പ്രാർത്ഥനകൾ ഈ 12 അധ്യായങ്ങളിലായിട്ട് വിവിധ സ്ഥലങ്ങളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. നിങ്ങൾ ചിലപ്പോൾ ഈ ബൈബിൾ അല്ലാതെ മറ്റ് കാത്തലിക്സിൻ്റെ ബൈബിളുകൾ ഉണ്ട്. അവരുടെ ട്രാൻസ്ലേഷനുകൾ സെപ്റ്റുവജൻ്റ് ട്രാൻസ്ലേഷനുകളാണ്. അതുപോലെ തന്നെ ലാറ്റിൻ വൾഗേറ്റ് ട്രാൻസ്ലേഷനുകളും ഉണ്ട്. നമ്മൾ ഉപയോഗിക്കുന്ന ഈ ബൈബിളിൻ്റെ ഒറിജിനൽ ടെക്സ്റ്റ് വാസ് ടേക്കൻ ഫ്രം ഒറിജിനൽ ഹീബ്രു ബൈബിൾ. ഹീബ്രു ബൈബിളിൻ്റെ പറയപ്പെടുന്ന പേര് ടനാക്ക് എന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ ദാറ്റ് ബുക്ക് വാസ് ട്രാൻസ്ലേറ്റഡ് ഇൻ ടു ഗ്രീക്ക് ലാംഗ്വേജ് ദാറ്റ് കോൾഡ് സെപ്റ്റുവജൻ്റ്. സെപ്റ്റുവജൻ്റിൽ ഈ ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ മറ്റ് ചില സ്റ്റോറികൾ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. കാത്തലിക്സും ഈസ്റ്റേൺ ഓർത്തഡോക്സുകാരുമൊക്കെ അത് ഉപയോഗിക്കാറുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു ചരിത്രമാണ് സൂസന്നയുടെ പ്രാർത്ഥന എന്ന് പറഞ്ഞൊരു പ്രാർത്ഥന ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്യുകയോ അല്ലെങ്കിൽ മറ്റ് കാത്തലിക്സ് ബുക്കുകൾ വായിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അത് മനസ്സിലാകും. അതിൻ്റെ അകത്ത് അസറിയയുടെ പ്രാർത്ഥന, സൂസന്നയുടെ പ്രാർത്ഥന എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥനകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്നാൽ നമ്മൾ ഇന്ന് പകൽക്കാലം ദാനിയേൽ പ്രവാചകൻ്റെ ഒരു പ്രാർത്ഥനയാണ് അല്പനിമിഷങ്ങളുടെ ധ്യാനത്തിന് വേണ്ടി തിരഞ്ഞെടുത്തിരിക്കുന്നത്. So let's turn our attention to a profound prayer in the book of Daniel chapter 9. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിലെ 9-ാമത്തെ അധ്യായം. So it's a long prayer. It's a detailed prayer. ഒരു ദീർഘമായ ഒരു പ്രാർത്ഥനയാണ് 9-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിൻ്റെ പ്രാരംഭ വേദഭാഗങ്ങൾ ഞാനിങ്ങനെ വായിക്കാം. In the first year of his reign, 2-ാം വാക്യം, അവൻ്റെ വാഴ്ചയുടെ 1-ാം ആണ്ടിൽ തന്നെ ദാനിയേൽ എന്ന ഞാൻ.
യെരൂശലേമിൻ്റെ ശൂന്യാവസ്ഥ 70 സംവത്സരം കൊണ്ട് തീരും എന്നിങ്ങനെ യഹോവയുടെ അരുളപ്പാട് യിരെമ്യാ പ്രവാചകൻ ഉണ്ടായ പ്രകാരം ഒരു കാലസംഖ്യ പുസ്തകത്തിൽ നിന്നും ഗ്രഹിച്ചു. അതിലൊരു പ്രധാനപ്പെട്ട പദങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ഐ ഡാനിയേൽ പെർസീവ്ഡ് ഇൻ ദ ബുക്സ്, ജസ്റ്റ് നോട്ട് ദ വേർഡ്, പെർസീവ്ഡ് ഇൻ ദ ബുക്സ്. ഞാൻ പുസ്തകത്തിൽ നിന്ന് കണ്ടെത്തി. Then verse 3, അപ്പോൾ ഞാൻ ഉപവസിച്ചും രട്ടുടുത്തു വെണ്ണീരിൽ ഇരുന്നു കൊണ്ടും പ്രാർത്ഥനയോടും യാചനകളോടും കൂടെ അപേക്ഷിക്കേണ്ടതിന് ദൈവമായ കർത്താവിങ്കിലേക്ക് മുഖം തിരിച്ചു. ഐ ടേൺ മൈ ഫേസ് ടു ദ ലോർഡ്. ഞാൻ ഉപവസിച്ച് പ്രാർത്ഥനയോടെ ദൈവത്തിങ്കിലേക്ക് എൻ്റെ മുഖം തിരിച്ചു. So the whole chapter is mentioning about the prayer of Daniel. നമുക്കതിൻ്റെ അവസാന ഭാഗങ്ങളിലേക്ക് വരുമ്പോൾ വേഴ്സ് 20 ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു. While I was speaking and praying my sin and the sin of my people and presenting my plea before the Lord. ഞാൻ പ്രാർത്ഥിക്കുകയും വിശുദ്ധ പർവ്വതത്തിൽ എൻ്റെ യഹോവയുടെ സന്നിധിയിൽ അപേക്ഷ കഴിക്കുകയും ചെയ്ത് കൊണ്ട് ഇരിക്കുമ്പോൾ. സോ ഇറ്റ്സ് എ കണ്ടിന്യൂസ് പ്രോസസ്. 22 മുതലുള്ള വാക്യങ്ങൾ. Then there was an angel appeared to him and said to him, O Daniel, I have now come out to give you insight and understanding. At the beginning of your pleas for mercy, a word went out. നിന്റെ പ്രാർത്ഥനയുടെ ആരംഭത്തിങ്കൽ തന്നെ ആജ്ഞ പുറപ്പെട്ടു. ആജ്ഞയാണ് പിന്നീടുള്ള കാര്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്. ശ്രദ്ധിക്കുക, ദാനിയേൽ പ്രവാചകന്റെ ഒരു മനോഹരമായിരിക്കുന്ന പ്രാർത്ഥനയാണ് ഈ തിരുവചനത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. തൻ്റെ ജീവിതം ആരംഭിക്കുമ്പോൾ so he was taken from Israel to this Babylonian captivity at the age of 13 or 14. ഒരു ടീനേജർ ആയിരിക്കുന്ന സന്ദർഭത്തിലാണ് തന്നെ ഈ രാജ്യത്തിലേക്ക് ഈ സഹോദരങ്ങളെയൊക്കെ കൊണ്ടുവരുന്നത്. ഫസ്റ്റ് ചാപ്റ്റർ, സെക്കൻഡ് ചാപ്റ്റർ, യു ക്യാൻ സീ ദാറ്റ്. സോ they were taken from Israel to Babylon. അങ്ങനെ ടീനേജർ ആയിരിക്കുന്ന സന്ദർഭത്തിൽ 13-14 വയസ്സ് മാത്രമുള്ള സന്ദർഭത്തിലാണ് ഇവർ ഈ രാജ്യത്തിലേക്ക്, മറ്റൊരു കൾച്ചറിലേക്ക്, മറ്റൊരു സംസ്കാരത്തിലേക്ക് വരുന്നത്. അവിടെ മുതൽ തുടങ്ങിയ അവരുടെ ഒരു ലോങ് ജേർണിയാണ്. 4 രാജാക്കന്മാരുടെ കാലഘട്ടങ്ങളിൽ ഔദ്യോഗിക സ്ഥലങ്ങളിൽ ഇരുന്ന പ്രിയപ്പെട്ടവരായിരുന്നു ഇവർ. സോ ഗോഡ് അപ്പോയിന്റഡ് ദം ആസ് എ ഹൈ ഒഫീഷ്യൽസ് ഇൻ ദാറ്റ് കിങ്ഡം അണ്ടർ ദ റൂൾ ഓഫ് 4 കിങ്സ്. 4 രാജാക്കന്മാരുടെ അണ്ടർ. ഇപ്പോൾ ഇദ്ദേഹത്തിന് ഏകദേശം 80 വയസ്സോളമായി. 9-ാം അധ്യായത്തിലേക്ക് വരുന്ന സന്ദർഭത്തിൽ, നിങ്ങളത് വായിച്ചു വരുന്ന സന്ദർഭത്തിൽ 15-ാമത്തെ വയസ്സിൽ ആരംഭിച്ച ജീവിത ചരിത്രമാണ്. പിന്നെ പല നെബൂഖദ്നേസർ, ബെൽഷസർ, ഡാര്യാവേശ്, ഇങ്ങനെയുള്ള രാജാക്കന്മാരുടെ കാലഘട്ടം കഴിഞ്ഞിട്ട് ഇപ്പോൾ നമ്മൾ വായിച്ച വേദഭാഗം ഇതാണ്. കൽദേ രാജ്യത്തിലെ രാജാവായി തീർന്ന മേദ്യരുടെ, മെഡോ പേർഷ്യസ് കിങ്ഡമാണ് ദ സെക്കൻഡ് കിങ്ഡം. അവന്റെ വാഴ്ചയുടെ 1-ാം ആണ്ടിൽ ദാനിയേൽ എന്ന ഞാൻ, ഇദ്ദേഹത്തിന് ഏകദേശം ഇപ്പോൾ he was at the age of 80 or 85. So still he is in prayer. 85-ാമത്തെ വയസ്സിൽ അല്ലെങ്കിൽ 80-ാമത്തെ വയസ്സിൽ അദ്ദേഹം സെൻസ് ചെയ്യാണ്. he was sensing the need of the community. അവിടെ താനെ ഈ 85-ാമത്തെ വയസ്സിലും പ്രാർത്ഥനയ്ക്കായിട്ട് ഒരു വിഷയത്തോടുള്ള ബന്ധത്തിൽ ഭാരപ്പെടുകയാണ്. ഇനി എന്താണ് ചെയ്തത്? ആ പ്രായമുള്ള മനുഷ്യൻ, ഔദ്യോഗിക സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ഇദ്ദേഹം, ഡാനിയേൽ പെർസീവ്ഡ് ഇൻ ദ ബുക്ക് ഓഫ് ജെറമായ, യിരെമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ കൂടെ, തിരുവചനത്തിൽ കൂടെ ഇദ്ദേഹം കണ്ണുകൾ ഓടിക്കുകയാണ്. So he was perceiving through the letters of Jeremiah. Jeremiah and Daniel, they were contemporaries. ജെറമായും ഡാനിയേലും ഒരേ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന പ്രിയപ്പെട്ടവരാണ്. So now Jeremiah
is in Jerusalem and Daniel is in Babylon. ഡാനിയേൽ ബാബിലോണിലാണ്, ജെറമായ എവിടാണ്? യെരുശലേമിലാണ്. യെരുശലേമിൽ ഇരിക്കുന്ന കാലഘട്ടത്തിൽ ഇവിടെയുള്ള പ്രവാസികളായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ജെറമായ ഒരു ലെറ്റർ അയച്ചു കൊടുത്തു. സോ ജെറമായ wrote a letter and sent it to the people those who live in Babylon, exile group. So let's turn to the book of Jeremiah. This morning we heard about the book of Jeremiah. So Jeremiah chapter 29. 29-ലെ ഒരു വാക്യം നിങ്ങൾ എപ്പോഴും പറയുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്ന വാക്യമാണ്. എല്ലാവരും അത് ഔട്ട് ഓഫ് കോണ്ടസ്റ്റിൽ പലപ്പോഴും എടുത്ത് ഉപയോഗിക്കാറും ഉള്ളതാണ്. So this is the letter written by Jeremiah and send it to the people those who are living in Babylon. 29-ാം അധ്യായം, chapter 29. These are the words of the letter that Jeremiah the prophet sent from Jerusalem to the surviving elders of the Israel exiles and to the priest, the prophet and all the people. ഇവിടെ ജെറമായ ഒരു ലെറ്റർ അയച്ച് ഇവർക്ക് കൊടുക്കുകയാണ്, ഒരാളുടെ കൊടുത്തു വിടുകയാണ്. ഈ ലെറ്ററാണ് ആര് വായിക്കുന്നത്? പ്രവാസത്തിലിരിക്കുന്ന ദാനിയേൽ വായിക്കുന്നത് ഈ ലെറ്ററാണ്. പിടിച്ചുകൊണ്ടുപോയ സകല ജനത്തിനു വേണ്ടി എഴുതി കൊടുക്കുന്ന ഒരു ലെറ്ററാണ്. അതിന്റെ 10-ാം വാക്യം കൂടെ നിങ്ങൾ വായിക്കണം. 10-ാം വാക്യം, വേഴ്സ് 10. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. ഈ ലെറ്ററിൽ പറയുന്ന ഒരു ദൂതാണ്, യിരെമ്യാ പ്രവാചകനോട് പറയുന്ന ഒരു ദൂതാണ്. യഹോവ ഇപ്രകാരം അറിയുന്നു, ബാബേലിലെ 70 സംവത്സരം കഴിഞ്ഞ ശേഷമേ ഞാൻ നിങ്ങളെ സന്ദർശിച്ച് ഈ സ്ഥലത്തേക്ക് മടക്കി വരുത്തുമെന്ന് നിങ്ങളോടുള്ള എൻ്റെ വചനം ഞാൻ നിവർത്തിക്കുകയുള്ളൂ. നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ അത് തിന്മയ്ക്കല്ല നന്മയ്ക്കത്രേ. So when the 70 years are completed for Babylon, I will visit you and I will fulfill you my promise and I will bring you back to this homeland. I know the plans I have for you. Then verse 14, I will restore your fortunes and gather you from all the nations. So now our beloved Daniel is at the age of 80. And he is perceiving the letter of Jeremiah and praying in the presence of the Lord. 70 വർഷം പല പ്രിയപ്പെട്ടവരും മറന്നു. പല പ്രിയപ്പെട്ടവർ അവിടെ സെറ്റിലായി. പല പ്രിയപ്പെട്ടവരും പ്രതിസന്ധികളിൽ കൂടെ കടന്നു പോകുകയാണ്. പല പ്രിയപ്പെട്ടവർ ഇനിയൊരു മടക്കയാത്ര ഉണ്ടാകും എന്നുള്ള ചിന്തകൾ ഇല്ല. So many of the exiles, they don't have any hope in their life because they were settled over there. So they have children and grandchildren in that foreign land. So they did not have any hope. But here Daniel, this old guy, he is perceiving the God's word and remembering the God's promise which was given by Jeremiah the prophet. യിരെമ്യാ പ്രവാചകൻ നൽകിയ ആ ദൂത് താൻ വായിക്കുകയാണ്. ദൈവസന്നിധിയിൽ വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവർ തിരുവചനങ്ങളെ ഈ ദിവസങ്ങളിൽ വായിക്കുവാനായിട്ട് തയ്യാറാകണം. How many of them are reading the Bible every day? കൈ ഉയർത്താൻ ഞാൻ പറയുന്നില്ല, കൈ ഉയർത്തരുത് പ്ലീസ്. So how many of them are reading the Bible daily? ഈ ജൂൺ മാസം 1-ാം തീയതി മുതൽ 30-ാം തീയതി വരെ at least you have to separate 2 minutes, not 5 minutes or 10 minutes or 1 hour. Just 2 minutes. Read a Bible portion or select a Bible verse. Okay? ഈ 1-ാം തീയതി മുതൽ 30-ാം തീയതി വരെ മെമ്മോറിയൽ ഡേക്കൂടെ ഞാൻ അവധി തന്നേക്കാണ്. 1-ാം തീയതി മുതൽ 30-ാം തീയതി വരെ 2 minutes. So here an old guy, Daniel, he was in a high position. He is an administrator in that kingdom. So he is perceiving the God's word. വചനമാണ് നമുക്ക് കൃപ നൽകി തരുന്നത്. വചനമാണ് നമുക്ക് ശക്തി പകർന്നു തരുന്നത്. വചനത്തിൽ കൂടെ ദൈവത്തിന് ഓരോ ദിവസവും നിങ്ങളോട് സംസാരിക്കാനായിട്ടുണ്ട്.
ഒരു പ്രസംഗകന്റെ പ്രഭാഷണം നിങ്ങൾ കേൾക്കണമെന്നില്ല. കർത്താവിൻ്റെ വചനം ഒന്ന് വായിക്കുമ്പോൾ അതിൽ കൂടെ ആ ദിവസം അല്ലെങ്കിൽ ആ ആഴ്ചയിൽ നിങ്ങളോട് സംസാരിക്കുവാൻ ദൈവത്തിന് ചില സന്ദേശങ്ങളുണ്ട്. So take it seriously and try to read at least one portion in the coming month. ഒരു പോർഷൻ എങ്കിലും. ഇപ്പം ഈ പ്രോമിസ് വെച്ച് താൻ പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങിയാണ്. ശ്രദ്ധിക്കുക, ഈ പ്രോമിസ് വെച്ച് താൻ പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങിയാണ്. നീ എങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്? അപ്പോൾ I turn my face to the Lord. ഞാൻ എൻ്റെ കർത്താവിൻ്റെ മുഖത്തേക്ക് എൻ്റെ മുഖം തിരിച്ചു. ഞാൻ ഉപവസിച്ചും രട്ടുടുത്തും വെണ്ണീരിൽ ഇരുന്നു കൊണ്ട് പ്രാർത്ഥനയോട്, seeking him by prayer and plea for mercy with fasting and sackcloth and ashes. യഹൂദന്മാരുടെ ഒരു സിസ്റ്റമാണ്, അവരുടെ ഒരു ഡെഡിക്കേഷനാണ്, കമ്മിറ്റ്മെൻ്റ് ആണ്. പ്രാർത്ഥിക്കുകയോ ഉപവസിക്കുകയോ ചെയ്യുമ്പോൾ ഇങ്ങനെ ആ കാലഘട്ടം. ശ്രദ്ധിക്കുക, he is a VIP. So he was putting sackcloth and ashes. ചാരത്തിലും വെണ്ണീറിലും ഒക്കെ ഇരുന്ന് പ്രാർത്ഥിക്കുകയാണ് ഇദ്ദേഹം. നമ്മളൊക്കെയാണ് ഒരുങ്ങുമ്പോൾ, ഞാനാണ് അടിപൊളിയായിട്ടൊക്കെ ഒരുങ്ങിയാണ് വന്ന് നിൽക്കുന്നത്. ഈ പ്രാർത്ഥന എന്ന് പറയപ്പെടുന്നത് നമുക്കിപ്പം സൂമിലും ഫോണിലും എല്ലാം പ്രാർത്ഥനകളാണ്, ലോകം മൊത്തം പ്രാർത്ഥിക്കുകയാണ്. സോ just focus this particular Bible words. I turn my face to the Lord. I turn. Then he put the sackcloth and ashes. So it shows his dedication and his determination, his concentration in the prayer. പ്രാർത്ഥനയിലെ തൻ്റെ കോൺസെൻട്രേഷനാണ്. പ്രാർത്ഥനയിൽ നമുക്ക് കോൺസെൻട്രേഷൻ ഉണ്ടോ? നമ്മൾ 150 കാര്യമാണ് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രാർത്ഥനയിൽ. അന്നേരം ആ കോൺസെൻട്രേഷൻ. ഇവിടെ സഭായോഗത്തിന് വന്നിട്ടിരിക്കാൻ സമയമില്ല, പിന്നെ വീട്ടിൽ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുന്നു. കാരണം വീട്ടുകാര്യം, നാട്ടുകാര്യം, പരകാര്യം, ജോലിക്കാര്യം, പിള്ളേരുടെ കാര്യം, ഇതെല്ലാം ചിന്തിച്ചാണ് നമ്മൾ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുന്നത്. സോ ഹിയർ the VIP Daniel turned his face to the Lord with a concentration. ഏകാഗ്രതയോട്, ദൈവസാന്നിധ്യ ബോധത്തോട്. ശ്രദ്ധിക്കുക, നിങ്ങളുടെ റേഡിയോയോ ടി വിയോ ഓൺ ആക്കണമെങ്കിൽ, ഇന്ന ചാനൽ വേണമെങ്കിൽ, യു ഹാവ് ടു ട്യൂൺ ഇറ്റ് ദാറ്റ് വൺ. So if you need to get some answer from the Lord, you have to touch with the Lord, tune with the Lord. To be conscious about God, pay attention to the Lord, mindful about God. നമുക്കിപ്പം 125 കാര്യം ചെയ്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കും. നമുക്കിതിപ്പോൾ ഇതെല്ലാം മൾട്ടിയാണ്. ഞാനടക്കം എൻ്റെ കാര്യം കൂടെ പറയുന്നത്, നിങ്ങളെ തന്നെയല്ല പറയുന്നത്, എൻ്റെ കാര്യം കൂടെ. പ്രെയർ എന്ന് പറയപ്പെടുന്നതും ഇപ്പം ഇതൊക്കെ ഒന്നാമത് നമ്മൾ ബന്ധുക്കോസുകാർ പ്രാർത്ഥനക്കാരൂടാണ്. നമുക്കിതൊക്കെ എന്തോ ഏതൊരു വിഷയം കിട്ടിയാലും നമ്മൾ സൂപ്പറായിട്ട് നല്ല വാക്കുകൾ ഉപയോഗിച്ച് നമ്മൾ പ്രാർത്ഥിച്ചു വിടും. ഇവിടെ പറയുകയാണ്, ഞാൻ ഉപവസിച്ചും രട്ടുടുത്തും. ഒരു വലിയ മനുഷ്യൻ, വലിയൊരു രാജ്യത്തിൽ, അദ്ദേഹത്തിന് ഒരാവശ്യവും ഇപ്പോൾ ഇല്ലാത്ത സന്ദർഭത്തിൽ, ദീർഘവർഷങ്ങളുടെ സോഷ്യൽ സെക്യൂരിറ്റിയും എല്ലാം കിട്ടി സുഖമായിട്ട് കഴിയേണ്ടിയ ഈ മനുഷ്യൻ, ഒന്നും ബോധർ ചെയ്യേണ്ട കാര്യം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇല്ല. പക്ഷെ ഇദ്ദേഹം രട്ടുടുത്തും വെണ്ണീരിലും പ്രാർത്ഥനയ്ക്കായിട്ട് ദൈവത്തിന്റെ തിരുമുഖത്തേക്ക് നോക്കുകയാണ്. ആമോസിന്റെ പ്രവാചകന്റെ പുസ്തകം, ആമോസ്, ബുക്ക് ഓഫ് ആമോസ് ചാപ്റ്റർ 5 verse 4. Seek him and live. എന്നെ അന്വേഷിപ്പീൻ, എന്നാൽ നിങ്ങൾ ജീവിക്കും. ബുക്ക് ഓഫ് ജെറമയാ ചാപ്റ്റർ 29 verse 13. If you turn to the Lord with a full heart, then I will found you. തങ്ങൾ ഏകാഗ്രചിത്തന്മാരായിരിക്കുന്നവർക്ക് വേണ്ടി തന്നെത്താൻ ബലവാൻ എന്ന് കാണിക്കേണ്ടതിന് ദൈവത്തിന്റെ തിരുമുഖത്തേക്ക്. ശ്രദ്ധിക്കുക, ഈ ജൂൺ മാസം, let me give one more assignment in this next month. One more assignment. ഈ ജൂൺ മാസം 1-ാം തീയതി മുതൽ 30-ാം തീയതി വരെ at least separate 5 minutes മോർണിംഗ് ആൻഡ് ഈവനിങ് ഫോർ ദ പ്രെയർ. പ്രെയർ ലൈനിൽ വരാനോ സൂം പ്രെയർ വരാനോ ചില്ലിട്ട് അടച്ചിരിക്കാനോ അല്ല ഞാനിപ്പോൾ ആവശ്യപ്പെട്ടത്. നമ്മളിങ്ങനെ അതിൻ്റെ അകത്തോടെ ഇങ്ങനെ കയറി സ്വിം ചെയ്തു പോകുന്ന അതല്ല. 5 minutes
ജൂൺ 1 മുതൽ 30 വരെ. If you need a breakthrough in your life, so just separate 5 minutes the next month, day and evening, and present your request and look unto the face of the Lord. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 77-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം. ദാവീദ് പറയാണ്, ആസാഫ് പറയാണ്, ഞാൻ രാത്രിയാമങ്ങളിൽ ഐ സ്ട്രെച്ച് ഔട്ട് മൈ ഹാൻഡ്സ് ടു ദ ലോർഡ്. കാരണം അത് കോൺസെൻട്രേറ്റ്, കാരണം കൈ നമുക്കിപ്പം വേണമെങ്കിൽ കിടന്നുകൊണ്ട് വേണേലും പ്രാർത്ഥിക്കാം. ആ ഒരു സിസ്റ്റമാണല്ലോ നമുക്കുള്ളത്. ശ്രദ്ധിക്കുക, നിങ്ങൾ 77-ാം സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരൻ പറയാണ്, രാത്രിയാമങ്ങളിൽ ഞാൻ എൻ്റെ കരങ്ങളെ ഉയർത്തി. എത്ര നേരം നിൽക്കും? 88-ാമത്തെ സങ്കീർത്തനത്തിൽ കോരഹപുത്രന്മാർ പറയുന്നുണ്ട്, അതിന് 10-11 ആണ്, രാത്രിയാമങ്ങളിൽ ഞാൻ നിങ്ങളുടെ മുൻപ് അങ്ങയുടെ മുൻപിൽ കൈമലർത്തുന്നു. So whoever need a breakthrough in these days, separate at least 5 minutes and actively pray to the Lord. ദൈവം സർവ്വവ്യാപിയാണ്. പക്ഷേ സർവ്വവ്യാപിയാകുമ്പോൾ തന്നെ ദൈവം എല്ലായിടങ്ങളിലുമുണ്ട്. റോഡിലുണ്ട്, കാറിലുണ്ട്, ഈ സ്ഥലത്തുണ്ട്, വീട്ടിലുണ്ട്, തൊഴിലിലുണ്ട്. പക്ഷേ you need to be mindful about the Lord. You have to pay attention to the Lord. നമ്മുടെ മക്കളോട് നമ്മളൊരു കാര്യം പറഞ്ഞിട്ട് അവർ ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ നമുക്ക് എത്രമാത്രം ദേഷ്യമുണ്ടാകും. അങ്ങനെയെങ്കിൽ ദൈവസന്നിധിയിൽ ഈ ദിവസങ്ങളിൽ ചില വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, ദൈവത്തിൻ്റെ മുഖം അന്വേഷിക്കുവാൻ തയ്യാറാകുന്ന പ്രിയപ്പെട്ടവർ, ദൈവത്തിൻ്റെ തിരുമുഖത്തേക്ക് നോക്കി ആത്മാർത്ഥമായിട്ട് എത്ര പ്രിയപ്പെട്ടവർക്ക് പ്രാർത്ഥിക്കുവാനായിട്ട് ഈ ദിവസങ്ങളിൽ കഴിയും? Separate few minutes in the coming days and look unto the face of the Lord. ഇങ്ങനെ അവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒത്തിരി വിഷയങ്ങളുണ്ട്. സമയത്തിൻ്റെ പരിമിതി കൊണ്ട് ഞാൻ ഇവിടെ നിർത്തുകയാണ്. So here Daniel understands the sovereignty of God, and he understands the sinful nature of the people of Israel. അതിൻ്റെ താഴെയുള്ള വാക്യങ്ങൾ നിങ്ങൾ വായിക്കണം. I pray to the Lord my God, O Lord, great and awesome God who keeps covenant. This God is a promise keeping God. ഈ ദൈവം വാഗ്ദത്തങ്ങളെ പൂർത്തീകരിക്കുന്ന ദൈവമാണ്. Even though they went through the challenging situations because of their sinful activities in their life. ഇവിടെ പറയുകയാണ്, ഞങ്ങൾ we are wicked people, we are rebellious people, we are not listening to you, we are not hearing your voice. കർത്താവേ, ഞങ്ങൾ നിന്റെ സന്നിധിയിലേക്ക് വരുന്നു. താൻ പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ, 18-ാം വാക്യം, ദൈവമേ ചെവി ചായ്ച്ച് കേൾക്കണമേ, കണ്ണ് തുറന്ന് ഞങ്ങളുടെ നാശങ്ങളെയും നിന്റെ നാമം വിളിച്ചിരിക്കുന്ന നഗരത്തെയും കടാക്ഷിക്കണമേ. Not by our righteousness, because of your mercy. ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിൽ വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവർ പ്രാർത്ഥിക്കേണ്ടത്, ദൈവമേ നിന്റെ കരുണ കൊണ്ട് ഞങ്ങളെ കടാക്ഷിക്കണമേ, നിന്റെ കൃപ ഞങ്ങളിലേക്ക് പകരണമേ. 20-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെ പറയുന്നു, then so in that way I was speaking and praying and confessing, then angel Gabriel appeared to him. ദൈവസന്നിധിയിൽ ഇങ്ങനെ പ്രാർത്ഥിച്ച് തുടർമാനം, ഈ ഒരു അധ്യായത്തിലാണെങ്കിലും ചില ദിവസങ്ങൾ തുടർമാനമായിട്ട് പ്രാർത്ഥിച്ചതായിരിക്കാം. ഇറ്റ്സ് എ കണ്ടിന്യൂയിങ് പ്രോസസ്. ഇങ്ങനെ തുടർമാനമായിട്ട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ ഞാൻ പ്രാർത്ഥിക്കുകയും ഇങ്ങനെ ഞാൻ ദൈവത്തോട് കരയുകയും ദൈവത്തോട് ഏറ്റുപറയുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ദിവസം, ഒരു സന്ധ്യായാമത്തിൽ, ഒരു ഈവനിങ് പ്രാർത്ഥനയുടെ മധ്യത്തിൽ ഗബ്രിയേൽ എന്നറിയപ്പെടുന്ന ദൂതൻ തനിക്ക് മുൻപായിട്ട് പ്രത്യക്ഷപ്പെട്ടിട്ട് പറയുകയാണ്, ഐ വിൽ മേക്ക് എ വേ ഫോർ യു. കഴിഞ്ഞ 70 വർഷങ്ങളായിട്ട് അന്യദേശത്തെ എല്ലാ പ്രതീക്ഷകളും നശിച്ച് ഇനിയും ഒന്നും സംഭവിക്കത്തില്ല, എല്ലാം അസാധ്യമെന്ന് കരുതിയിരുന്ന അനേക പ്രിയപ്പെട്ടവരും പ്രാർത്ഥന നിർത്തിയ സന്ദർഭത്തിൽ ഒരു സന്ധ്യായാമത്തിൽ ദീർഘനാളുകളുടെ പ്രാർത്ഥനയുടെ പരിണിത ഫലമായിട്ട് ഗബ്രിയേൽ ദൂതൻ പറയുകയാണ്, ഐ എം മൈൻഡ്ഫുൾ അബൌട്ട് യുവർ പ്രയർ. നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി നിനക്ക് വേണ്ടി ക്രമീകരണങ്ങളെ ചെയ്യുവാൻ കഴിയുന്ന സർവശക്തനായ ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കാനായിട്ട് പോകുന്നു. പ്രിയമുള്ളവരെ, വാഗ്ദത്തങ്ങളെ പൂർത്തീകരിക്കുന്ന ദൈവമുണ്ട്. അനേക വർഷങ്ങളായിട്ടുള്ള പ്രാർത്ഥനയായിരുന്നു ഈ ദൈവഭൃത്തന്റെ. അതുകൊണ്ടാണ് 22, 23 വാക്യങ്ങളിലൊക്കെ പറയുന്നത്, നീ എനിക്ക് പ്രിയനായിരിക്കുന്നു, നിന്റെ യാചനകളുടെ ആരംഭത്തിങ്കൽ തന്നെ കൽപ്പന പുറപ്പെട്ടു. So God is hearing our cry, God is hearing our prayer,
God is hearing our plea. എത്ര അസാധ്യമെന്നും എത്ര പ്രതിസന്ധി നിറഞ്ഞതെന്നും ഇനിയും ഒരു യാത്രയില്ല, ഒരു വഴിയില്ല എന്ന് കരുതുന്ന ആരെങ്കിലും ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിൽ വന്നിട്ടുണ്ടെങ്കിൽ കർത്താവിന് ഈ പ്രവാസത്തിലും വഴികളും ക്രമീകരണങ്ങളും ചെയ്യുവാൻ കഴിയുന്ന സർവശക്തനായ ദൈവമാണെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ കരങ്ങൾ തട്ടി ഇന്ന് പകൽക്കാലം ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. God will make the way for us. Even though we are in an exile, God has a different plan in our life. ദൈവത്തിന് പ്രത്യേക പദ്ധതികൾ എനിക്ക് വേണ്ടിയുണ്ട്. ദാനിയേൽ വയോധികനായി ഇനിയും തന്റെ ജീവിതം മുഴുവൻ നശിക്കാൻ തീരാൻ പോകുകയാണ്, മരണത്തിന്റെ വാക്കിലെത്തിയിരിക്കുകയാണ്. ഇനിയും ഒരു പ്രാർത്ഥനയ്ക്ക് മറുപടി ആവശ്യമാണോ എന്നൊക്കെ ചിന്തിക്കേണ്ട അനേക വിഷയങ്ങളുണ്ട്. പക്ഷെ ദൈവസന്നിധിയിൽ വാഗ്ദത്തം വെച്ച് വചനം വെച്ച് പ്രാർത്ഥിക്കുകയാ. ദൈവമക്കൾ ഇന്ന് പകൽക്കാലം പ്രാർത്ഥനയോടും ദൈവസാന്നിധ്യ ബോധത്തോടും ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കുന്നുവെങ്കിൽ വഴികളെ തുറക്കുവാൻ കഴിയുന്ന സർവശക്തനായ ദൈവമുണ്ട്. So sometimes you may be at the end of the rope, but you are not at the end of the hope. ഒരു റോപ്പിന്റെ അവസാന മേഖലയിൽ വന്ന് നിൽക്കുകയായിരിക്കാം, പക്ഷെ ദൈവത്തിന് അവിടെയെല്ലാം പുതിയ ക്രമീകരണങ്ങളെ ചെയ്യുവാൻ സ്വർഗത്തിലെ ദൈവത്തിന് കഴിയും. ഞാൻ എൻ്റെ വാക്കുകളുടെ ഉപസംഹരിക്കുകയാണ്. നമുക്ക് ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. ഇന്നേക്ക് ചില വർഷങ്ങൾക്ക് മുൻപേ രണ്ടാം ലോക മഹായുദ്ധ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു ജർഗൻ മോൾട്ട്മാൻ. യുദ്ധത്തടവിൽ കഴിയേണ്ടി വന്ന ആ മനുഷ്യൻ കഠിനമായിരിക്കുന്ന തടവും അതുപോലെ തന്നെ തണുപ്പും പ്രതിസന്ധികളും ഒക്കെ അഭിമുഖീകരിച്ചപ്പോൾ അങ്ങനെയൊന്നും വലിയ ദൈവവിശ്വാസിയൊന്നുമല്ലായിരുന്നു അദ്ദേഹം. എക്കണോമിക്സിൽ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ മനുഷ്യൻ അവരുടെ ക്യാമ്പിലുണ്ടായിരുന്ന ഒരു ചാപ്ലൈൻ കൊടുത്ത ബൈബിൾ തുടർമാനമായിട്ട് വായിച്ചുകൊണ്ടിരുന്നു. അതിലെ വചനങ്ങളൊക്കെ തൻ്റെ ഹൃദയങ്ങളിൽ വളരെ ശക്തിയോടുകൂടി ഇടപെട്ടുകൊണ്ടിരുന്നു. ഹൃദയം നുറുങ്ങിയവർക്ക് ദൈവം സമീപസ്ഥനാണെന്നുള്ള വചനം തൻ്റെ ഹൃദയത്തെ വല്ലാതെ സ്ട്രൈക്ക് ചെയ്തു. ആ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചു. ദൈവം തടവറയിൽ നിന്ന് പുറത്തേക്ക് തന്നെ കൊണ്ടുവന്നു. ദൈവത്തിൻ്റെ വഴികളും ക്രമീകരണങ്ങളും തനിക്ക് വേണ്ടി ഉണ്ടായി. ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിൽ വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവർ, ഹോപ്പ്, ദാറ്റ് മീൻസ് hold on, pain ends. Hold on, pain ends. There is a way. HOPE, hold on, pain ends. ഈ പ്രവാസത്തിലെ ദുഃഖകരമായ വേദന സഹജമായിരിക്കുന്ന സാഹചര്യങ്ങൾ മാറും. ദൈവം ക്രമീകരണങ്ങളെ തുറക്കുവാൻ ദൈവം ശക്തനാണ്. വിശ്വസിക്കുന്ന എല്ലാവരും കരങ്ങളെ ഉയർത്തി ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിൽ വന്നിരിക്കുന്ന ദൈവമക്കൾ പ്രാർത്ഥിക്കുവാനായിട്ട് ഒരു ബ്രേക്ക് ത്രൂ ആവശ്യമാണ് എന്ന് ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവർ, അടുത്ത മാസം പ്രാർത്ഥിക്കാനായിട്ടും വചനത്തിനായിട്ടും ചില ദിവസങ്ങൾ ഞാൻ പ്രത്യേകം ക്രമീകരിക്കുന്നു വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ യു ക്യാൻ എക്സ്പീരിയൻസ് എ ഗ്രേറ്റ് ഡെലിവറൻസ് ആൻഡ് ന്യൂ വേ ആൻഡ് ന്യൂ ഓപ്പർച്യൂണിറ്റീസ് ഇൻ യുവർ ലൈഫ്. ഹൗ മെനി ഓഫ് ദം ആർ ഏബിൾ ടു ടേക്ക് ദ ഡിസിഷൻ ഇൻ ദിസ് മോർണിംഗ്? I will look unto the face of the Lord, so God will make the way for me. ദൈവം എനിക്ക് വേണ്ടി ക്രമീകരണങ്ങളെ ചെയ്യും. വിശ്വസിച്ച് സ്തോത്രം ചെയ്താട്ടെ. എല്ലാവരും അല്പ നിമിഷങ്ങളിൽ സ്തോത്രം ചെയ്താട്ടെ. വഴിയൊരുക്കും അവൻ ആഴികളിൽ, വലങ്കൈ പിടിച്ചെന്നെ വഴി നടത്തും. വഴിയൊരുക്കും അവൻ ആഴികളിൽ, വലങ്കൈ പിടിച്ചെന്നെ വഴി നടത്തും. വാതിലുകൾ പലതും അടഞ്ഞിടിലും വല്ലഭൻ പുതുവഴി തുറന്നിടുമേ. വാതിലുകൾ പലതും അടഞ്ഞിടിലും വല്ലഭൻ പുതുവഴി തുറന്നിടുമേ. വലങ്കൈ പിടിച്ചെന്നെ വഴി നടത്തും. വഴിയൊരുക്കും അവൻ ആഴികളിൽ, വലങ്കൈ പിടിച്ചെന്നെ വഴി നടത്തും. വാതിലുകൾ പലതും